യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസം ആരംഭിക്കുക. ഇന്നത്തെ തലക്കെട്ട് ഇപ്രകാരമാണ്: സാരമില്ല, ഇന്നു മുതൽ ആരംഭിക്കാമല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം എങ്ങനെ തുടങ്ങി എന്നുള്ളതല്ല, എങ്ങനെ അവസാനിപ്പിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവദാസിയായ സിസ്റ്റർ ക്ലെയർ ക്രോക്കറ്റ് ഇപ്രകാരം പറയുന്നുണ്ട്: ഒരുവരുടെ ജീവിതം എങ്ങനെ തുടങ്ങി എന്നുള്ളതല്ല, എങ്ങനെ അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ് ഒരുവനെ വിശുദ്ധനാക്കുന്നത്, വിശുദ്ധയാക്കുന്നത്. യുവതിയായിരിക്കുന്ന സമയത്ത് പല പാപങ്ങളിലും ഈ വ്യക്തി പെട്ടിട്ടുണ്ട്. സിഗരറ്റ് വലിക്കുകയും ബീറ് കുടിക്കുകയും ചെയ്തിട്ടുണ്ട് യുവതിയായിരിക്കുന്ന സമയത്ത്. പിന്നീട് മാനസാന്തരത്തിന് ശേഷം ഈ വ്യക്തി ഒരു സിസ്റ്റർ ആകുകയാണ്. എന്നിട്ട് ദൈവദാസിയായി ഈ വ്യക്തി പറയുകയാണ്: എങ്ങനെ ആരംഭിച്ചു എന്നുള്ളതല്ല, എങ്ങനെ തുടങ്ങി എന്നുള്ളതല്ല, എങ്ങനെ അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. മാനസാന്തരത്തിന് ശേഷം പിന്നീട് നല്ല വിശുദ്ധിയിൽ ഈ സിസ്റ്റർ ജീവിക്കുകയാണ്. വിശുദ്ധ അഗസ്തീനോസിന്റെ ജീവിതം അറിയാം. മ്ലേച്ഛകരമായ പല പാപങ്ങളിലും വിശുദ്ധ അഗസ്തീനോസ് ചെന്ന് പെട്ടിട്ടുണ്ട്. പക്ഷെ മാനസാന്തരത്തിന് ശേഷം പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് വിട്ടുകൊടുക്കുകയാണ്, വിശുദ്ധിയിൽ ജീവിക്കുകയാണ്, വിശുദ്ധിയിൽ മരിക്കുകയാണ്. പ്രിയപ്പെട്ട മകനെ, മകളെ, നിന്റെ കഴിഞ്ഞ ജീവിതം എന്തു ആയിക്കൊള്ളട്ടെ, ഓർക്കണ്ട, അത് പരിഗണിക്കണ്ട. പുതിയൊരു ജീവിതം ആരംഭിക്കുക. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 18-ാം തിരുവചനം നമ്മൾ കാണുന്നുണ്ട്: കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട, പുതിയത് വന്നു കഴിഞ്ഞു. കഴിഞ്ഞതെല്ലാം മറക്കാൻ പ്രിയപ്പെട്ടവർ. ഒരു പക്ഷെ വലിയ പാപങ്ങളിലൊക്കെ നീ പെട്ട് കാണും, പല പാപാവസ്ഥകളിൽ നീ ചെന്ന് പെട്ട് കാണും. പക്ഷേ ഇന്നു മുതൽ നിനക്ക് ആരംഭിക്കാമല്ലോ. പാപിനിയായ സ്ത്രീയോട് കർത്താവ് പറഞ്ഞു: ഞാൻ നിന്നെ വിധിക്കുന്നില്ല, ഇനിമേൽ പാപം ചെയ്യരുത്. പ്രഭാഷകന്റെ പുസ്തകം 21-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ കാണും: നീ പാപം ചെയ്തിട്ടുണ്ടോ? ഇനി ചെയ്യരുത്, ഇനി ചെയ്യരുത്. പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ വചനം നമ്മൾ ഓർമ്മിപ്പിക്കുക: കഴിഞ്ഞതെല്ലാം മറന്നേക്കുക, ഇനിമേൽ പാപം ചെയ്യരുത്. ഇനിമേൽ നല്ല വിശുദ്ധിയിൽ ജീവിക്കണം, പുതിയൊരു വ്യക്തിയായിട്ട് തീരണം. നല്ല കള്ളന് ലഭിച്ച വലിയ ഭാഗ്യം അവസാന സമയത്തെങ്കിലും മാനസാന്തരപ്പെടാൻ പറ്റി. പ്രിയപ്പെട്ടവരെ, നമ്മൾ എങ്ങനെ തുടങ്ങി എന്നുള്ളതല്ല, എങ്ങനെ അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് എന്നിലും നിങ്ങളിലും ഒരു വിശുദ്ധനും വിശുദ്ധയും ഒളിഞ്ഞു കിടപ്പുണ്ട്. നമുക്ക് ഇന്നു മുതൽ ആരംഭിക്കാം. കഴിഞ്ഞ നാളുകളിലെ കുറവുകളൊന്നും നമ്മൾ ഓർക്കണ്ട. ഇന്നു മുതൽ കൂടുതൽ വിശുദ്ധിയിൽ, വിശ്വാസത്തിൽ, പ്രാർത്ഥനയിൽ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട മക്കളായിട്ട് നമുക്ക് ജീവിക്കാം. തലക്കെട്ട് നമുക്ക് ഓർക്കാം: സാരമില്ല, ഇന്നു മുതൽ ആരംഭിക്കാമല്ലോ. കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നല്ല ഈശോയെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പുതിയ സൃഷ്ടികളാക്കി ഞങ്ങളെ മാറ്റണമേ. പഴയ കാലങ്ങളിലെ കുറവുകളെ കർത്താവെ നീ പരിഗണിക്കരുത്. പുതിയ സൃഷ്ടികളായി, പുതിയ വ്യക്തികളായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കുവാൻ, വിശ്വാസത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ. യേശുനാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.